ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഈ കർത്തൃദിന പകൽക്കാലം ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം അറിയിക്കുന്നതിൽ താൻ കടക്കാരൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എത്രയും അധികം സുവിശേഷം ലോകത്തിന് കൊടുക്കാൻ കഴിയുമോ അത്രയും സന്തോഷിക്കുന്നൊരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. പൗലോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ ഗായോസ് അങ്ങനെ ചില ആളുകളുടെ പേരുകൾ മാത്രം പറഞ്ഞിട്ട് പറയുന്നു, അതിൽ കൂടുതൽ ആളുകളെ സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല എന്ന പദം പറയും. എന്നാൽ സ്നാനം കഴിപ്പിക്കുവാനും അങ്ങനെയുള്ള പല കാർമ്മികമായ ശുശ്രൂഷകൾ ചെയ്യുന്നതിലപ്പുറം സുവിശേഷം അറിയിക്കുന്നതിൽ പിടയുന്നൊരു ഹൃദയം പൗലോസിൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നുണ്ട്. പ്രത്യേകാൽ ഫിലിപ്പിയ സഭയോട് പൗലോസിന് അഗാധമായ സ്നേഹം, പൗലോസ് സുവിശേഷം അറിയിക്കുവാൻ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു സഭയായിരുന്നു ഫിലിപ്പിയ സഭയും. അതുകൊണ്ട് താൻ മനസ്സുകൊണ്ട് വളരെ ഈ സഭയെ സ്നേഹിച്ചിരുന്നു എന്ന് ലേഖനത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ തനിക്ക് എത്രത്തോളം സുവിശേഷം അറിയിക്കുവാൻ ഇഷ്ടമുണ്ടോ അത്രത്തോളം സുവിശേഷം അറിയിക്കുന്നതിൽ ഈ സഭയും വ്യഗ്രത കാണിച്ചിട്ടു. മാത്രമല്ല, പൗലോസിൻ്റെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധനം കൊണ്ട് സഹായിച്ചത് ഈ സഭയാണ്. അതുകൊണ്ടും പൗലോസ് ഈ സഭയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിൽ വെച്ച്, റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതിയിരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ സന്തോഷത്തെക്കുറിച്ച്, താൻ സന്തോഷിക്കുന്ന മേഖല കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. ജനം സന്തോഷിക്കണമെന്ന് താൻ അവരെ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് പൗലോസ് പറയുകയാണ്, എൻ്റെ ഈ തടവ് സുവിശേഷ വർദ്ധനവിന് കാരണമായി തീർന്നു എന്നത് നിങ്ങൾ അറിയണം. നിങ്ങൾ മനസ്സിലാക്കണം, അഗ്രഗണ്യനായ ഒരു കർത്തൃദാസൻ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കാരാഗ്രഹവുമായുള്ള ബന്ധത്തിൽ താൻ ആയിരിക്കുമ്പോൾ, അവിടെ തൻ്റെ വചനം കേട്ട, ദൈവം വിടുവിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആളുകളിൽ ഉണ്ടാക്കുന്ന മാനസിക ചിന്തകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പൗലോസ് ആ തടവിനെ, താൻ തടവിലായിരിക്കുന്നതിനെ ഇവിടെ സന്തോഷത്തോടെ ചില കാര്യങ്ങൾ പറയുക. ആ തടവിലായത് തൻ്റെ ദുഃഖമല്ല പ്രകടിപ്പിക്കുന്നത്, പകരം താൻ തടവിലായത് ഒരനുഗ്രഹമായി തീർന്നു എന്നതാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്നാമതായി പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളത് അറിയണം, എൻ്റെ തടവ് അനുഗ്രഹമായത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. ഒന്നാമത് പൗലോസ് പറയുകയാണ്, എൻ്റെ അകമ്പടി പട്ടാളക്കാരായ ആളുകൾ, അല്ലെങ്കിൽ പൗലോസ് തടവിലായിരിക്കുമ്പോൾ റോമൻ കേവലം ഒരു തടവല്ലത്, താനൊരു ഭവനത്തിലാണ്. പക്ഷേ ഹൗസ് അറസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്.
അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ പട്ടാളക്കാർ അവർ സുവിശേഷം അറിയുവാനിടയായി തീർന്നു. അപ്പോൾ നോക്കണം, പൗലോസ് പറയുകയാണ്, ഞാൻ തടവിലായത് കൊണ്ട് ചില പട്ടാളക്കാർ, ഒരു ഗ്രൂപ്പ് പട്ടാളക്കാർക്ക് സുവിശേഷം അറിയുവാനിടയായി തീർന്നു. മാത്രമല്ല, ഒനോസിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നത് താൻ തടവിൽ വെച്ച് ജനിപ്പിക്കപ്പെട്ട മനുഷ്യനെന്ന് അവിടെ പറയുന്നത്. അപ്പൊ പൗലോസിന്റെ തടവ് ഒരിക്കലും ഒരു ഹല്ലേലൂയ സ്തോത്രം ദോഷമല്ലായിരുന്നു, അനുഗ്രഹമായിരുന്നു എന്നതാണ് പൗലോസിവിടെ പറവാൻ ആഗ്രഹിക്കുന്നത്. തനിക്ക് കൂടെയുണ്ടായിരുന്ന പടയാളികൾ സുവിശേഷം അറിഞ്ഞു. ഒനോസിമസ് എന്ന് പറഞ്ഞ ഒരു തടവുകാരൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഇവിടെ പറയുന്ന മറ്റൊരു മേഖല, താൻ തടവിലായപ്പോൾ ഹല്ലേലൂയ ചില സഹോദരന്മാർ സുവിശേഷം പ്രസംഗിക്കുവാൻ തയ്യാറായി. അപ്പൊ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം ആ സുവിശേഷ പ്രവർത്തനത്തിന് ചില രംഗത്ത് വരുവാൻ എൻ്റെ തടവ് കാരണമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ജോസഫിനെ തൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിടുകയും ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്ത് അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായി, എന്ന് വെച്ചാൽ രാജാവ് കഴിഞ്ഞാൽ അടുത്ത ആളായി ജോസഫ് മാറിയിരിക്കുമ്പോഴാണ് തൻ്റെ സഹോദരന്മാർ ആഹാരം അന്വേഷിച്ച് അവിടെ ചെല്ലുകയും തന്നെ ജോസഫ് സഹോദരന്മാർക്ക് വെളിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം. അങ്ങനെ താൻ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തൻ്റെ സഹോദരന്മാർ ഭയപ്പെട്ടു. അവരോർത്തു, ഇവൻ പ്രതികാരം ചെയ്യും. കാരണം പ്രതികാരം ചെയ്തില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. അത്രമാത്രം ഉപദ്രവമാണ് ജോസഫിനെയും സഹോദരന്മാർ ചെയ്തു. പക്ഷേ ജോസഫ് പറയുന്ന ഒരു വാക്കുണ്ട്, 45 അധ്യായം 7-8 വാക്യങ്ങളാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടേക്ക് അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയുമാക്കിയിരിക്കുന്നു. അപ്പോൾ നോക്കണം, ഫറവോന്റെ കൊട്ടാരത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ ഇരിക്കുന്ന ജോസഫിന് വളരെ ഈസിയായി ഇവർക്ക് ദ്രോഹം ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ യോസേഫ് പറയുകയാണ്, നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങളോ ഒന്നുമല്ല, ദൈവം എന്നെ ഈ ദേശത്തേക്ക് അയച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കണം, ജോസഫ് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച സകല പീഡകളെയും സകല പ്രശ്നങ്ങളെയും ജോസഫ് പറയുകയാണ്, ദൈവം അയക്കുവാൻ ഈ മിസ്രൈമിലേക്ക്, ഫറവോന്റെ കൊട്ടാരത്തിലേക്ക്, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പദവിയിലേക്ക് ആക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ അയച്ചതാണ്. അപ്പോൾ നോക്കണം, അപ്പൊ എൻ്റെ കാരാഗ്രഹവാസം, എൻ്റെ പൊട്ടക്കിണർ, ഞാൻ അനുഭവിച്ച ഈ വേദനകൾ, ഭാരങ്ങളെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടി ആയിരുന്നുവെന്ന് ജോസഫ് ഇവിടെ വെളിപ്പെടുത്തി. അത് നിങ്ങൾ അറിയണം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പൗലോസ് പറയുന്ന ഒരു വാക്ക്, സ്തോത്രം, എൻ്റെ ഈ ബന്ധനങ്ങൾ സുവിശേഷത്തിൻ്റെ വർധനവിന് കാരണമായി. ഈ പകൽക്കാലം ഞാനൊരു പദം പറഞ്ഞ് നിർത്തട്ടെ. നാം പോകുന്ന ചില മേഖലകളുണ്ട്.
നാം പോകുന്ന ചില കഠിനമായ ശോധനകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെങ്കിൽ ചിലർക്കൊക്കെ അത് കളിയാക്കലിനും ഹല്ലേലൂയ, ചിലർക്കൊക്കെ അത് പരിഹാസങ്ങൾക്കൊക്കെ കാരണമാകാം. പൗലോസ് ഇവിടെ അത് പറയുന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ ഹല്ലേലൂയ സ്തോത്രം എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് സുവിശേഷം പറഞ്ഞു. അതൊക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ്. അത് ഞാൻ ആ ഭാഗവും വിടുകയാണ്. അപ്പോൾ നോക്കണം, പൗലോസ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ തടവിലേക്ക് പോയതാണ് പ്രൈസ് ദി ലോർഡ് ചില അനുഗ്രഹങ്ങൾക്ക് കാരണമായത്. നിങ്ങളിൽ ചിലർ സുവിശേഷകന്മാരായത്, നിങ്ങളിൽ ചിലർ പ്രസംഗിക്കുവാൻ പഠിച്ചത്, നിങ്ങളിൽ ചില ദൈവവേലയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുവാനിടയായി തീർന്നത് എൻ്റെ ഈ ബന്ധനങ്ങളാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് സുവിശേഷത്തിൻ്റെ വർധനവിന് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജോസഫ് പറഞ്ഞ വാക്കുകൂടെ ചേർത്ത് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. മിസ്രൈമിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ഹല്ലേലൂയ താൻ രണ്ടാമനായി വാഴുവാൻ ജോസഫ് പറയുകയാണ്, ഞാൻ ഫറവോന് പിതാവായി തീരുവാൻ, എന്നുവെച്ചാൽ അവന് ഞാൻ അപ്പനായി തീരുവാനൊക്കെ വേണം. ദൈവം എന്നെ അയച്ചതായി ഇങ്ങോട്ട്. നമ്മുടെ കഷ്ടങ്ങളും ഭാരങ്ങളും ബന്ധനങ്ങളും ദുഃഖങ്ങളും ഒന്നും വെറുതെ പോകത്തില്ല. അത് ചിലരുടെ അനുഗ്രഹത്തിന് ഹല്ലേലൂയ വർധനവിന് ഉയർച്ചയ്ക്ക് കാരണമായി തീരും എന്നുള്ളത് ഈ പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ അവൻ ഇന്നീ കാലിൽ ഉപദ്രവിക്കപ്പെടുന്നു, എന്നാൽ ആ ഉപദ്രവം കൊണ്ട് ആ അധ്യായം തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു സന്തതിയെ കണ്ടുവന്ന്, അപ്പോൾ ആ ക്രൂശീകരണം ഒരു സന്തതിയുടെ ജനനത്തിന് കാരണമായി. ജീസസ് ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശീകരണമല്ലേ നാം ഇന്ന് അനുഭവിക്കുന്ന നിത്യതയുടെ സന്തോഷത്തിൻ്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ബന്ധനങ്ങൾ, നമ്മുടെ കഷ്ടങ്ങൾ, അതൊക്കെ ദൈവനാമ മഹത്വത്തിൻ്റെ വർധനവിന് കാരണമായി തീർന്നു എന്നത് ഹല്ലേലൂയ നാം തിരിച്ചറിയുമ്പോൾ എത്ര സന്തോഷം നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് സന്തോഷിക്കുക ഇവിടെ. എന്തുകൊണ്ട്? ഹല്ലേലൂയ. ചിലർ സുവിശേഷം പറയുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ രംഗത്ത് വന്നു എന്നുള്ളത് അത് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, അത് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾ പോകുന്ന വഴിത്താരകൾ ഒരുപക്ഷെങ്കിൽ ആ സമയങ്ങളിൽ അത് വലിയ വേദനയായി തോന്നാലും അത് അനേക അനുഗ്രഹത്തിനും വിടുതലുകൾക്കും അങ്ങ് അനുവദിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, സുവിശേഷത്തിൻ്റെ വർധനവിന് പൗലോസിൻ്റെ തടവ് കാരണമായതുപോലെ ഞങ്ങളുടെ ചില കഷ്ടങ്ങൾ കർത്താവേ ദൈവനാമ മഹിമയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണമെന്ന് അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനിടയാകണം. അതിനായി ഞങ്ങളെ ഒരുക്കണം അപ്പ. പിറുപിറുക്കുവാനല്ല, പകരം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പദ്ധതി ഇട്ടിരിക്കുമ്പോൾ ചില വഴികളിലൂടെ ഞങ്ങളെ ഇറക്കി വിടുന്നത് വർധനവിന് വേണ്ടി എന്നറിഞ്ഞ് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.